ഇന്നത്തെ സ്പെഷ്യൽ കോളിഫ്ലവർ കൊണ്ടൊരു സ്നാക്സ് റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായി ഞാൻ കുറച്ച് കോളിഫ്ലവർ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ക്ലീൻ ചെയ്ത കോളിഫ്ലവർ ഒന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. കുറച്ച് വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം അതിലേക്ക് ഞാൻ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 5 മിനിറ്റ് സമയം ഇതിനകത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ കോളിഫ്ലവർ ഒന്ന് കുക്കായി വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല കൂടെ തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ടൊമാറ്റോ സോസാണ്. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ അളവിൽ മാത്രം മല്ലിപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ്. കടലമാവ് എടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെ മൈദ മാവ് കൂടെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെടുത്തതിൻ്റെ പകുതി അളവിൽ ഇതിലേക്ക് കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയും ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വലിയ ജീരകമാണ്. ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴമ്പ് പരുവത്തിന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് വെള്ളമായി പോകരുത്. ഈ ഒരു പരുവത്തിന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ ആ ഒരു കറക്റ്റ് കോട്ടിങ് കിട്ടില്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വിനാഗിരി കൂടിയാണ്. നാരങ്ങ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും. ഇപ്പോൾ ഇവിടെ കോളിഫ്ലവർ എല്ലാം ഏകദേശം ഒന്ന് പാകമായി വന്നിട്ടുണ്ട്. ഒരുപാട് വെന്തുടഞ്ഞു പോകുകയൊന്നും ചെയ്യരുത്. ഒരു ഹാഫ് കുക്ക് ആവുന്ന പരുവത്തിന് മാത്രം മതിയാകും. അതിനുശേഷം ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടെ ഈ സമയത്ത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ കോളിഫ്ലവർ എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഈ ഒരു രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു 15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇതൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് എണ്ണ ചൂടാക്കിയ ശേഷം ഇതൊന്ന് വറുത്ത് കോരിയെടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം വേണം ഇത് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ നന്നായി ചൂടായ ശേഷം ഇതുപോലെ കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇത് കുറച്ച് സമയം എടുത്തെങ്കിൽ മാത്രമേ നന്നായിട്ട് ക്രിസ്പിയായി കിട്ടുകയുള്ളൂ. ഈ കോളിഫ്ലവർ എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3-4 അല്ലി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ഫ്രൈ ചെയ്യാനായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ചേർക്കാൻ മറക്കണ്ട. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിതെല്ലാം ഒരു 2-3 ബാച്ചായിട്ട് ആണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിൽ റീയൂസ് ചെയ്യാത്തത് കാരണം കുറച്ച് ഓയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യലായിട്ടുള്ള കളേഴ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഇത്രയും ഒരു കളറിലാണ് കിട്ടിയിട്ടുള്ളത്. കൂടുതലായിട്ട് കളർ വേണമെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള കളേഴ്സ് കൂടെ ചേർത്താൽ മതി. അപ്പോൾ ഇത് കഴിക്കാനായി കുട്ടികളൊക്കെ കുറച്ച് അധിക സമയം കാത്തിരിക്കുന്നു. ഞങ്ങൾ എന്തായാലും ഇത് കുറച്ച് സോസിൻ്റെ കൂടെയാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്